ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ജി ഡോർഫ് സ്റ്റാറിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ പ്ലാനറ്റായ ഭൂമിയിലാണ്. സോളാർ സിസ്റ്റത്തിലെ മറ്റുള്ള ഗ്രഹങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമി വളരെ ചെറുതാണെങ്കിലും ഇത് അത്യാവശ്യം മാസീവ് ആയിട്ടുള്ള ഒരു ഹാർഡ് സർഫസ് ഉള്ള ഒരു പ്ലാനറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭൂമി ഒരു ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് സ്പേസിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെല്ലാരും ഇപ്പോൾ ഭൂമിയിൽ നിൽക്കാൻ കാരണം ഭൂമി നമ്മളെ ഗ്രാവിറ്റേഷണലി അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു മാഗ്നറ്റിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് വെക്കുമ്പോൾ അതിന്റെ അട്രാക്റ്റഡ് ആവില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ സർഫസിലുള്ള എല്ലാ സംഭവങ്ങളും, നമ്മുടെ ഭൂമിയിൽ ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റും നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആവുകയാണ്. കാന്തം ഇരുമ്പിനെ അട്രാക്ട് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഭൂമി നമ്മളെല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് അല്ല, ഇത് സ്പേസിൽ നടക്കുന്ന ഒരു ഫിനോമിന മാത്രമായിട്ട് നിങ്ങൾ ഇപ്പൊ കണ്ടാൽ മതി. കാന്തത്തിന്റെ അടുത്തൊരു ഇരുമ്പിന്റെ കഷ്ണം വെക്കുകയാണെങ്കിൽ അതൊരു സ്പീഡോട് കൂടിയാണ് കാന്തത്തിലേക്ക് ഇങ്ങനെ വന്ന് അട്രാക്ട് ചെയ്യുള്ളൂ, അല്ലെ? അതുപോലെ തന്നെ ഭൂമിയുടെ കേസ് വരുമ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ് അത് വരുന്നത്. അതിനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ ഈ വെലോസിറ്റിയിൽ ഭൂമിയോട് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഇതിനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ ഇത്ര നാളായിട്ട് ജീവിച്ച് വളർന്നത്. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈ ഒരു കണ്ടീഷനിലാണ് ഇവോൾവ് ആയി വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെ ശരീരവും ഇവിടുത്തെ കണ്ടീഷനോട് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും ഇവോൾവ് ആയി വന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഭൂമിയിലും കുറച്ച് മാസ് കുറഞ്ഞ ഒരു പ്ലാനറ്റ് ആണ് മാഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാഴ്സിൽ വരുമ്പോൾ അത് 3.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മാത്രമായിട്ട് മാറും. അതായത് ഏകദേശം നേരെ പകുതിന് താഴെ വരും അവിടെ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ പെട്ടെന്ന് മാഴ്സിൽ കൊണ്ടിട്ടുമെന്ന് വിചാരിക്കാം. ഭൂമിയിൽ നിങ്ങളുടെ വെയിറ്റ് ഒരു 70 കിലോ എന്നും കൺസിഡർ ചെയ്യാം. മാഴ്സിൽ ഒരു വെയിങ് മെഷീൻ വെച്ച് വെയിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്നത് നേരെ പകുതിയായിട്ട് കുറയും. അതായത് മാഴ്സ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 3.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മാത്രമാണ്. ഒരു ഫൺ ഫാക്ട് ഞാൻ പറയാം. പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് മാഴ്സിൽ ഇട്ടുമെന്ന് വിചാരിക്കാം. അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നിങ്ങൾക്ക് ഫേവറബിൾ ആണെന്ന് വിചാരിക്കാം. ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് മാക്സിമം 50 കിലോ മാത്രമേ പൊക്കാൻ പറ്റുന്നുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കാം. നേരെ മറിച്ച് നിങ്ങൾ മാഴ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഭൂമിയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 100-110 കിലോ നിങ്ങൾക്ക് ഈസിലി പൊക്കാൻ പറ്റും. പക്ഷെ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് അതൊരു 50 കിലോ മാത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഭൂമിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാഴ്സിൽ 2 ഇരട്ടിയിൽ കൂടുതൽ ചാടാൻ കഴിയും. അതിന്റെ റീസൺ ശരിക്കും രണ്ടാണ്. ഒന്നാമത്തെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഗ്രാവിറ്റി കുറവാണ്. രണ്ടാമത്തെ റീസൺ നമ്മുടെ ഭൂമിയിലാണ് ശരിക്കും ഇവോൾവ് ആയി വന്നത്. അതായത് ഭൂമിയുടെ എൻവയോൺമെന്റിന് വേണ്ടിയിട്ടുള്ള മസ്കുലർ ഡിസൈനാണ് ശരിക്കും നമ്മൾ ഇവോൾവ് ആയി വന്നത്. അപ്പൊ ഒരു മസ്കുലർ കപ്പാസിറ്റി വെച്ച് നമ്മൾ മാഴ്സിൽ പോയി ചാടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് ഫീൽ ചെയ്യും. കാരണം മാഴ്സിൽ നമ്മുടെ ഓവറോൾ വെയിറ്റ് പകുതിയിൽ കുറവായിട്ടാണ് ശരിക്കും നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒരാൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുകയാണെങ്കിൽ ഫീൽ ചെയ്യും. മൈക്രോ ഗ്രാവിറ്റിയിൽ ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഭൂമിയിൽ വെച്ചും മനുഷ്യ ശരീരം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും വളരെ വളരെ ഡിഫറെന്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചുമ്മാ 2 കാലിൽ ഒരിടത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. വളരെയധികം സ്റ്റെബിലിറ്റിയോടെ 2 കാലുകൾ കൊണ്ട് നിൽക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള മസിൽസ് ഓരോ മില്ലി സെക്കൻഡ്സ് കൗണ്ടർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഇയർ ബാലൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെൽസിലോട്ടും ബ്ലഡ് എത്തിക്കുന്നത് നമ്മുടെ ഹാർട്ടാണ്. ഹാർട്ട് ഓരോ ബീറ്റിലും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വെയിൻസിലൂടെയും ഈ പറയുന്ന ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കുക. നിൽക്കുന്ന ഒരാളുടെ കാലുകളിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഗ്രാവിറ്റിക്കെതിരെ പ്രവർത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ തലയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യണമെങ്കിൽ ഹാർട്ട് അത്യാവശ്യം ഫോഴ്സ്ഫുള്ളി ആയിരിക്കണം അവിടെ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിനോട് അഡാപ്റ്റ് ചെയ്തു വരുന്ന രീതിയിലാണ് ശരിക്കും നമ്മുടെ ഹാർട്ട് ഇവോൾവ് ആയി വന്നത്. ഭൂമിയിൽ ജനിച്ച് ഇവോൾവ് ആയിട്ട് നമ്മുടെ ഭൂമിയിൽ അഡാപ്റ്റ് ആയി നിൽക്കുന്ന ഒരു സ്പീഷീസ് ആണ് നമ്മളെല്ലാവരും. അപ്പോൾ പെട്ടെന്നൊരു നിമിഷം നമ്മൾ മൈക്രോ ഗ്രാവിറ്റിയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ എന്തായാലും ഉണ്ടാവും. അതാണ് ശരിക്കും സുനിത വില്യംസിന്റെ ഈ ഒരു ക്ഷീണത്തിന്റെ ഒക്കെ കാരണം. അവിടെ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും എത്ര ആരോഗ്യത്തോടെ നിൽക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെയുള്ള ചേഞ്ചസ് ശരിക്കും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. അതിന്റെ കാരണം ഹ്യൂമൻ ബീങ്സ് മൈക്രോ ഗ്രാവിറ്റിയിൽ ഉണ്ടായ ഒരു സ്പീഷീസ് അല്ല. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ എപ്പോഴെങ്കിലും നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ വെയിറ്റ്ലെസ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലെ മസിൽസിന്റെ വർക്ക് വളരെ വളരെ കുറവായിരിക്കും എവിടെ നമ്മുടെ ഭൂമിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് അവിടുത്തെ മസിൽസിന്റെ ഗ്രോത്ത് വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബോൺ ഡെൻസിറ്റിയും അത്യാവശ്യം കുറഞ്ഞു വരും. അതായത് ഓരോ മാസവും 1-2% വരെ കുറയുമെന്നാണ് പറയപ്പെടുന്നത്.
മൈക്രോ ഗ്രാവിറ്റി ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ ഗ്രാവിറ്റിക്ക് എതിരെ പ്രവർത്തിച്ച് ഇങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്ത് അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ടും ശരിക്കും കണ്ടിട്ടുണ്ട്. അതിനോടൊപ്പം വിഷൻ ചേഞ്ച് കണ്ടുവരുന്നുണ്ട്, നമ്മുടെ ബാലൻസിന് പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് സ്പേസിൽ നിന്ന് അനുഭവപ്പെടാൻ പറ്റും. ഇതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് റുട്ടീന് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്താലും എന്തെങ്കിലും ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവും. കാരണം നമ്മൾ ഭൂമിയുടെ കണ്ടീഷനോട് ഇവോൾവ് ആയി വന്ന ഒരു സ്പീഷീസ് ആണ്, അല്ലാണ്ട് സ്പേസിൽ വളർന്ന സ്പീഷീസ് അല്ല. റീസെന്റ് ആയിട്ട് സുനിത വില്യംസിന്റെ ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മാധ്യമങ്ങൾ അവർ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടെന്നോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അതിന്റെ സത്യാവസ്ഥയാണ് ശരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അതിപ്പോ നിങ്ങളെന്നോ അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരാൾ ഇപ്പൊ സ്പേസിൽ കൊണ്ടിട്ടുന്ന അവർ നല്ല ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് അവിടെ അവർക്ക് എന്തായാലും സംഭവിച്ചിരിക്കും. എല്ലാ സ്പേസ് സ്റ്റേഷൻസിലും ഉള്ളതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസിൽ ലൈഫ് ബോട്ടുകളുണ്ട്. അത് എമർജൻസി സിറ്റുവേഷൻസിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ്. അതായത് ഇവാക്യുവേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഹൈ റിസ്ക് എമർജൻസി സിറ്റുവേഷൻസിന് വേണ്ടി മാത്രം. ഇവരുടെ സിറ്റുവേഷൻ ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ ഇവിടെ തിരഞ്ഞെടുക്കാത്തത്. ഇപ്പോഴത്തെ ഇൻഫർമേഷൻ അനുസരിച്ച് 2025 ഫെബ്രുവരി ആകുമ്പോൾ ഒരു ക്രൂ ഡ്രാഗൺ മിഷനിൽ അവർ തിരിച്ചു വരുന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. സുനിത വില്യംസ് സ്പേസിൽ സ്റ്റക്കായി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിയാലിറ്റി എന്താണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എനിക്ക് ഈ വീഡിയോയിലും പറയാനുള്ളത്. അതായത് അവർ പെർഫെക്റ്റ്ലി സേഫ് ആണ്. ഇത് ശരിക്കും നാച്ചുറലി സംഭവിക്കുന്ന ഒരുപാട് ചേഞ്ചസ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സ്പേസ് സ്റ്റേഷനിൽ ചെലവഴിച്ചേക്കുന്നത് ഒരു റഷ്യൻ ആസ്ട്രോണോട്ടാണ്. ഏകദേശം 14 മാസത്തോളം അദ്ദേഹം റഷ്യൻ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫിസിക്കലി ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പൊതുവെ ഞാൻ കേൾക്കാറുള്ള ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് ഒട്ടുമിക്ക ആൾക്കാരും സീറോ ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സീറോ ഗ്രാവിറ്റി എന്നുള്ള ഒരു സിറ്റുവേഷൻ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലും മറ്റുള്ള സ്പേസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ മൈക്രോ ഗ്രാവിറ്റിയാണ് ശരിക്കും ഉള്ളത്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുക്കുക, അതിനെ 1,00,000 ഡിവൈഡ് ചെയ്യുക, അതിന്റെ ഒരു ഭാഗമാണ് ശരിക്കും മൈക്രോ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇതിപ്പോ സ്പേസ് സ്റ്റേഷൻസിൽ മാത്രമല്ല, ലോ എർത്ത് ഓർബിറ്റിൽ നിൽക്കുന്ന എല്ലാ ഒബ്ജക്റ്റിലും ഈ ഒരു സംഭവം ബാധകമാണ്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള വേറൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ആകെ ഒരു ഒറ്റ സ്പേസ് സ്റ്റേഷൻ മാത്രമേ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുള്ളൂ. പക്ഷെ ശരിക്കും 2 സ്പേസ് സ്റ്റേഷൻസ് ആണ് ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ട് ഇപ്പോഴും നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഒന്ന് നമ്മുടെ ചൈനയിലത്തെ ഒരു സ്പേസ് സ്റ്റേഷനും. സ്പേസ് സ്റ്റേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടാറുള്ള സംശയങ്ങളുടെ ഉത്തരം മാത്രമാണ് ഞാനിപ്പോൾ തന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നാസ ഇങ്ങനെ വെറുതെ കൈ നീട്ടി നോക്കി നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.